പൂക്കി ഗ്രാൻഡ്മയാണ് ഇപ്പൊ എന്റെ കൂടെ. ഭയങ്കര ഇൻട്രൊഡക്ഷൻ ആയി പോയത്. ഷോർട്ട് ആക്കാതിരിക്കുമ്പോഴേ കഥ അത് സിനിമ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും കറക്റ്റ് പേര് എന്ന് തോന്നും. അപ്പോൾ ഇവിടെ വന്ന് ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ച് കളിക്കമ്മ അമ്മൂമ്മ കളിക്കമ്മ മൊബൈലും ചാരി വെച്ചുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇവിടെ ചുമ്മാ എടുക്കുക എന്ന്. പിറ്റേ ദിവസം നോക്കുമ്പോൾ കാണാം ഇൻസ്റ്റാഗ്രാമിലൊക്കെ അമ്മൂമ്മയും കൊച്ചുമക്കളും കൂടെ ഡാൻസുകൾ. ഞാൻ പറഞ്ഞു എൻ്റെ പോലെ അതൊക്കെ ഇപ്പോഴും ഉണ്ട് കൊച്ചു പിള്ളേർ. വിപിൻ ദാസിൻ്റെ ഒരു ഫാനാണ് ഞാൻ. വിപിൻ ഇവിടെ വന്ന് എന്തോന്നോ ഒരു കഥ പറയാനാന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്തായാലും ശരി വിപിൻ്റെ പടത്തിൽ ഞാൻ അഭിനയിക്കുവേ. ജോണിക്കുട്ടിയെ ഏത് പാർലറിലാടാ അതിൻ്റെ കെട്ടിയോള് ആ ബമ്പർ ശരി. ഞാനിങ്ങനെ അതിശയിച്ച് ഞാൻ ചോളെ ഇതെങ്ങനെ മക്കൾ ഈ ഡയലോഗ് ഇങ്ങനെ കാണാതെ പറയുന്നത്? അത് ഞാൻ ഇങ്ങനെ കുറേ പ്രാവശ്യം കേട്ട് പഠിച്ചു. മാലവി വ്യസന സമേതം ബന്ധുമിത്രാദികൾ ഇറങ്ങാനിരിക്കുന്ന ഒരു പുതിയ മലയാള സിനിമയാണ്. ഇതിൽ ബന്ധുമിത്രാദികളുടെ ഒക്കെ വ്യസനത്തിന് കാരണം പൂക്കി ഗ്രാൻഡ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ റീൽ കണ്ടില്ലേ, ആ പൂക്കി ഗ്രാൻഡ്മയാണ് ഇപ്പൊ എന്റെ കൂടെ. ലൈറ്റ്സ് ക്യാമറ ടോക്കിലേക്ക് ലെറ്റ് മീ വെൽക്കം ദി വൺ ആൻഡ് ഓൺലി മല്ലിക സുകുമാരൻ. മല്ലികാമ്മ, വെൽക്കം ടു ലൈറ്റ്സ് ക്യാമറ. ഭയങ്കര ഇൻട്രൊഡക്ഷൻ ആയി പോയത്. അല്ല ഈ പേരേ ഇത് ഞങ്ങള് ബൈച്ചേട്ടനെ കാണാൻ പോയപ്പോ പറയായിരുന്നു ഇത് കുറച്ച് ഷോർട്ടാക്കി പറഞ്ഞിരുന്നെങ്കിൽ സന്തോഷം ഉണ്ടായിരുന്നു. ഞാൻ എത്ര പ്രാവശ്യം വ്യസന സമേതം ഷോർട്ട് ആക്കാതിരിക്കുമ്പോഴേ കഥ അത് സിനിമ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും മനസ്സിലാവും കറക്റ്റ് പേര് എന്ന് തോന്നും. അപ്പോൾ ഇത് ആദ്യം നമുക്ക് കിട്ടുന്ന ഒരു റീലാണ് പൂക്കി ഗ്രാൻഡ്മ. അത് ആക്ച്വലി മല്ലികാമ്മയ്ക്ക് പറ്റിയ ടാഗാണ് പൂക്കി ഗ്രാൻഡ്മ. കാരണം എന്താ വെച്ചാൽ ആ റീല് കാണുന്നതിന് മുന്നേ കൊച്ചുമക്കളുടെ കൂടെ നമ്മൾ റീലുകൾ കണ്ടിട്ടുണ്ടല്ലോ. അവർ കോവിഡ് സമയത്തൊക്കെ മറ്റേ മ്യൂസിക്കിന്റെ കൂടെ പറയണ്ട റീല് തന്നെയായിരുന്നു പരിപാടി. ഇപ്പോഴും അതൊന്നും മോശമല്ല. ഇപ്പം ഞാനത് ഇടാൻ സമ്മതിക്കില്ല. പണ്ട് പ്രാർത്ഥന ഞാൻ അറിയാതെ കൊണ്ടുവന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു. ഇവിടെ വന്ന് ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ച് കളിക്കമ്മ അമ്മൂമ്മ കളിക്കമ്മ മൊബൈലും ചാരി വെച്ചുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇവിടെ ചുമ്മാ എടുക്കുക എന്ന്. പിറ്റേ ദിവസം നോക്കുമ്പോൾ കാണാം ഇൻസ്റ്റാഗ്രാമിലൊക്കെ അമ്മൂമ്മയും കൊച്ചുമക്കളും കൂടെ ഡാൻസുകൾ. ഞാൻ പറഞ്ഞു എൻ്റെ പോലെ അതൊക്കെ ഇപ്പോഴും ഉണ്ട് കൊച്ചു പിള്ളേർക്ക്. ഇനിയിപ്പോൾ കുറേ കൂടെ വളർന്നു പോയി. ഇപ്പോൾ കുറേ അന്ന് കുറച്ചുകൂടെ കുഞ്ഞല്ലേ, അപ്പം എല്ലാം രസമാണല്ലോ. ഇപ്പം അങ്ങനെയല്ലേ, ഇപ്പം കുറച്ചുകൂടെ ഒരു പക്വതയൊക്കെ വന്ന എല്ലാവർക്കും. ഇപ്പൊ ലുക്ക് മാറിയിട്ടുണ്ട് സിനിമയില്. ലുക്ക് കംപ്ലീറ്റ് വേറെ ആരെയോ പോലെ ഇരിക്കുന്നു. ശരിയാ, ലുക്ക് മാറിയിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ക്രെഡിറ്റ് അത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ വിപിൻ ദാസിനും അതിൻ്റെ ഡയറക്ടർ വിപിനെ വലിയ അടുപ്പക്കാരാണ്. എന്നാലും അതിൻ്റെ ആദ്യം മുതൽ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് എൻ്റെ ഒരു സ്ഥിരമായിട്ട് ഞാൻ കുറേ ഇങ്ങനെ ബോബ് ചെയ്ത ഹെയറിൽ തന്നെ അഭിനയിച്ചു. പിന്നെ അല്ലാതെ സാധാരണ വിഗ് ഒക്കെ വെച്ച് അഭിനയിച്ചു. അതിൽ നിന്നൊക്കെ മാറ്റി കുറച്ചൊരു വേറൊരാളാന്നുള്ള മട്ടിൽ അത്. പിന്നെ ഞാൻ സംസാരിക്കുന്ന ഒരു ഭാഷ ഇതിലൊക്കെ ഒരു വ്യത്യസ്തതയുണ്ട്. പക്ഷെ അതിലൊക്കെ ഒരു സംഭവം എന്താ വെച്ചാൽ എന്താ ചേച്ചിയുടെ കഥാപാത്രം എന്ന് വെച്ചാൽ പറഞ്ഞാൽ നിങ്ങൾ സിനിമ കണ്ടതുപോലെ ഇപ്പം മിണ്ടത്തില്ല. അതുകൊണ്ട് മിണ്ടാൻ പറ്റില്ല എന്നല്ലേ കഥാപാത്രം. അതങ്ങനെ വളരെ അത് വേറെ കൊണ്ടല്ല. അത് ഈ ഒരു പഴയ തറവാട്ടിലെ ഏറ്റവും മൂത്ത അമ്മൂമ്മ. ഈ കൊച്ചുമക്കൾ ഈ മോളൊക്കെ അമ്മൂമ്മയുടെ സൈഡാണ്. മനസ്സിലായില്ലേ? അമ്മൂമ്മ എന്ന് പറഞ്ഞാൽ അതിലൊരു സത്യമുണ്ട്. മക്കൾ പറയുന്നതിലും അവർക്ക് സൈഡ് നിൽക്കും ഞാൻ. അതിന് എൻ്റെ മക്കൾക്കും മരുമക്കൾക്കും എന്നെ കണ്ടുവിടാം. ചിലപ്പോൾ ഉടക്കൊക്കെ ഉണ്ടാവും. ആമ്പ്രയല്ല അവൾ പറയുന്നത് കൂടെ കേക്ക് ഇങ്ങനെ ഇടയ്ക്കൊന്ന് പാര ഇട്ട് കൊടുക്കും ഞാൻ. അപ്പോൾ അത് കാരണം കൊച്ചുമക്കൾക്ക് എന്നെ വലിയ കാര്യവും. എന്നാൽ മക്കൾ ഈ അമ്മ എന്തോ എപ്പോഴും അവിടെ സൈഡ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും ഈ ക്യാരക്ടറിലൂടെ ഒരുപാട് കാര്യങ്ങൾ കൊച്ചുമക്കൾക്കും അച്ഛനമ്മമാർക്കുമൊക്കെ ഈ മക്കളും അച്ഛനമ്മമാരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഇടനിലക്കാരി ഞാനാണ്. അതുകൊണ്ട് ആ കഥാപാത്രത്തിന് തന്നെ ഒരു രസമുണ്ട്. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ സസ്പെൻസ് എന്ന് പറയുന്നത് അതാ. എന്താണ് ഈ അമ്മൂമ്മയെ പറ്റി ഇതിന് മാത്രം പറയാനിരിക്കുന്നുള്ളത് പടം കാണുക. അമ്മൂമ്മ ഒരു ഭീകരിയാണ്. ഇത് നമ്മൾ പറയില്ലേ ഇതിപ്പോ ഇങ്ങനെ ഇരിക്കണം എന്ന് വിചാരിക്കണ്ട. പണ്ടത്തെ ഹിസ്റ്ററി ഒക്കെ കണ്ട ചില അമ്മമാരെ പറ്റി നമ്മൾ അങ്ങനെ പറയില്ലോ. പണ്ടത്തെ ആളുണ്ടല്ലോ, നിങ്ങൾ ഈ വിചാരിക്കണ പോലെ ഒന്നല്ല. അല്ലല്ല, അങ്ങനെയൊന്നും ഇല്ല. ഈ ചെറുതായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്നിടത്തൊക്കെ അതെൻ്റെ സ്വഭാവം പോലെ തന്നെ ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു തമാശയിലൂടെ അതിപ്പോഴും പലരും പറയാറുണ്ട് ചേച്ചി പറഞ്ഞത് എന്നെ വെച്ചാന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ചേച്ചി എന്നെ തമാശ കലർത്തിയോണ്ട് എനിക്ക് ദേഷ്യമൊന്നും തോന്നിയില്ല എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അത് കോളേജ് ഗ്രൂപ്പായാലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലായാലും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് അത്ര അങ്ങനത്തെ ഭയങ്കരിയൊന്നുമല്ല. പക്ഷേ നല്ല ഒരു പഴയ കുടുംബത്തിലെ ഒരു മരണം സംഭവിക്കുന്നു, അതിനെ തുടർന്ന് അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു എന്നൊക്കെയുള്ള ഒരു രസകരമായ, സത്യം പറഞ്ഞാലൊക്കെ ഞാനൊരു കാര്യം പറയാം. ഈ പടം കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെടും. കുറച്ച് നേരം പോയിരുന്ന് മനസ്സറിഞ്ഞ് ചിരിച്ച്
എൻ്റെ അമ്മോ ഇങ്ങനെ സത്യം പറയാം. ടൈറ്റിലിന് മാത്രമേ ഉള്ളൂ വ്യസന സമേതം. ആ ടൈറ്റിലേ ഉള്ളൂ വ്യസന സമേതം. കണ്ടിറങ്ങുമ്പോൾ സന്തോഷ സമേതം പോവും. ഒരു മരണവീടൊക്കെ അങ്ങ് കോമഡി ആക്കി കളഞ്ഞു എന്ന്. ശരിക്കും വിപിൻ ദാസ് എന്ന് പറയുന്ന ആൾ ഇതിൻ്റെ അകത്ത് പ്രൊഡ്യൂസർ ആണെങ്കിലും ആൾ ഇതിന്റെ ഓൾ ഇൻ ഓൾ ആണെന്നാണ് ഞാൻ കേട്ടത്. ആ കാസ്റ്റിംഗിലൊക്കെ ആൾക്കൊരു കൈ. അല്ല തീർച്ചയായിട്ടും ഉണ്ട്, കാസ്റ്റിങ്ങിലുണ്ട്. പിന്നെ വിപിനും അവർ തമ്മിൽ വലിയ ഒരു കെമിസ്ട്രിയാണ്. അപ്പോൾ അത് കാരണം എല്ലാ കാര്യവും ഈ വിപിനും അതെ, സംവിധായകൻ വിപിനും അതെ, അദ്ദേഹമായിട്ട് ആലോചിക്കും. അല്ല അതൊരു ഗുരുത്വമാണ്, അങ്ങനെ വേണം. അതാണ് ഞാൻ പറഞ്ഞത്, ആലോചിച്ച് ഒക്കെ ചെയ്ത്. പിന്നെ വിപിൻ ദാസിൻ്റെ ഒരു ഫാനാണ് ഞാൻ. ആദ്യത്തെ പടം കണ്ടപ്പോൾ തൊട്ട് എനിക്കറിയാം. പിന്നെ അത് കഴിഞ്ഞ് ജനഗണമന ഇങ്ങനെ പലതും ഞാൻ കണ്ടു. അപ്പോൾ ക്രാഫ്റ്റ് അറിയാവുന്നൊരു മിടുക്കൻ ചെറു. അപ്പോൾ ഞാൻ വിപിൻ ഇവിടെ വന്ന് എന്തോന്നോ ഒരു കഥ പറയാനാന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ശരി വിപിൻ്റെ പടത്തിൽ ഞാൻ അഭിനയിക്കുവേ, കഥയൊക്കെ പറഞ്ഞു. കാരണം എനിക്ക് അത്രയും ഒരു നല്ല മിടുക്കന്മാർ പിള്ളേരാന്ന് കണ്ടാൽ നമുക്കൊരു സന്തോഷമാണ് അവരുമായിട്ട് സഹകരിക്കാൻ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല അങ്ങോട്ട്, എല്ലാം എൻ്റെ റെമ്യൂണറേഷൻ വരെ ഇങ്ങോട്ട് പറയുമായിരുന്നു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അതെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷത്തിൽ ചെയ്തൊരു പടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കേരളത്തിലെ എല്ലാ സ്നേഹമുള്ള പ്രേക്ഷകരോട് പറയണം, പോയി ഇരുന്ന് കുറച്ച് നേരം ചിരിക്ക്. നേരം വെളുത്താൽ ഒന്നില്ലേ ഇലക്ഷൻ, അല്ലെങ്കിൽ പിന്നെ മരണം, അല്ലെങ്കിൽ ഇത് അത്. കഴിഞ്ഞ 8 ദിവസമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കണ്ട് ഇനി വോട്ട് ചെയ്യാനേ പോകണോ എന്നുള്ളൊരു സംശയത്തിലായി പോകും ജനങ്ങൾ. ആ ഒരു തരത്തിലാണ് ഈ ചാനൽ പ്രസൻറ്റേഷൻസ് ഇരിക്കുന്നത്. ഞാൻ ചോദിച്ചു, ഒരാൾക്കൊരു പാർട്ടി ചേരണോ, അയാളെ ഏത് പാർട്ടി എടുക്കണോ, ഇതൊക്കെ 1-2 ദിവസമൊക്കെ പറഞ്ഞാൽ പോരെ. 8-9 ദിവസം ഇത് തന്നെ നേരം വെളുക്കുമ്പോൾ ഒരാളൊരു കസേരയിൽ ഇരുന്നൊരു കഥ പറയും. അത് രാഷ്ട്രീയം തീർച്ചയായിട്ടും വേണം, അത് ചാനലുകളുടെ അവരുടെ ഒരു കടമയാണ് അത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. പക്ഷേ കൂടിപ്പോകുമ്പോഴുണ്ടല്ലോ, ഇതാണോ വോട്ട് ചെയ്യേണ്ട, വീട്ടിൽ ഇരിക്കാൻ തോന്നുന്ന ഒരവസ്ഥ. അങ്ങനെ സാധാരണക്കാരനൊരു വിഭാഗം ഇപ്പുറത്ത് കിടപ്പുണ്ട്. എല്ലാവരും ചാനലിലെ അഭിപ്രായം ശരിയാണെന്ന് വിചാരിക്കുന്ന വിഡ്ഢികളൊന്നും അല്ല ഈ നാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് ചാനലിൽ പറയുന്നത് നോക്കിയിട്ടല്ല ഞങ്ങളാരും വോട്ട് ചെയ്യുന്നത്. നമുക്ക് നമ്മുടേതായ ഒരു വിലയിരുത്തലുണ്ട്. അത് ഏത് പാർട്ടിക്കാരനായാലും ശരി. തീർച്ചയായിട്ടും അതെ. ഞാൻ കോൺഗ്രസ്സുകാരൻ്റെ മകളായിട്ട് ജനിച്ചെങ്കിൽ പോലും ഞാൻ ഒന്നാന്തരം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, BJP നേതാവിന് വോട്ട് ചെയ്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ എനിക്ക് തോന്നി, കണ്ടോ അവരൊക്കെ ഇത്രയും നാടിന് വേണ്ടി ചെയ്തവരില്ലേ എന്നൊക്കെ നമുക്കൊരു വിലയിരുത്തലില്ലേ. പാർട്ടി നോക്കിയല്ല, ആളെ നോക്കിയിട്ടാണ് ചെയ്യുക. ഡെഫിനറ്റ്ലി ഞാനെപ്പോഴും അങ്ങനെയാണ്, ആളെ നോക്കി തന്നെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്ന് പറയുന്നതിന് വിട്ട് അതാണ് ഞാൻ പറയാൻ കാര്യം. കാരണം ഇത് അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം തിയേറ്ററിൽ കയറി ആർത്തുല്ലസിച്ച് അട്ടഹസിച്ച് ചിരിച്ചിറങ്ങിപ്പോകും. യാതൊരു സംശയം. കംപ്ലീറ്റ് ഇൻ ആൻഡ് ഔട്ട് കോമഡിയാണ്. ഇപ്പൊ വിപിൻ ദാസിന്റെ കേസ് പറഞ്ഞ പോലെ ഡയറക്ടറുടെ പേര് കേൾക്കുമ്പോൾ അയാളാണെങ്കിൽ ഞാനത് ചെയ്യാം എന്ന് മല്ലികാമ്മ പറയുന്ന വേറെ ഡയറക്ടേഴ്സ് ആരാ? കഥ കേൾക്കണ്ട, എന്റെ റെമ്യൂണറേഷൻ കേൾക്കണ്ട, ഒന്നും കേൾക്കണ്ട, ഡയറക്ടർ ഇയാളാണെങ്കിൽ ഞാൻ ചെയ്യാം, അത്ര കോൺഫിഡൻസ്. അല്ല, എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട കുറേ അധികം ഡയറക്ടേഴ്സ് ഉണ്ടാവുന്നത്. ഞാൻ തമാശയല്ല, സത്യനന്ദിക്കാടിൻ്റെ ഫസ്റ്റ് പടം കുറുക്കൻ്റെ കല്യാണം ഞാനും സുഗോടനും കൂടെ താമസിച്ച ഫ്ലാറ്റിൻ്റെ താഴെ വെച്ചിട്ടാണ് ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നത്. പക്ഷേ എന്തോ ഇതുവരെ സത്യൻ്റെ പടത്തിന്, അതിപ്പോൾ സത്യൻ്റെയും കുറ്റമല്ല എൻ്റെയും കുറ്റമല്ല. കാരണം ഒരു ടീം ഓഫ് ആക്ടേഴ്സ് സത്യൻ മോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അന്നേ ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് നമ്മളൊക്കെ വന്ന് വിടാൻ പാടാം. പക്ഷേ എനിക്കതുപോലെ ഈ റെമ്യൂണറേഷൻ കേൾക്കാതെ അഭിനയിക്കാം എന്ന് തോന്നിയിട്ടുള്ള സംവിധായകൻ വിൻസെൻ്റ് മാഷ്. ഞാൻ 2 പടം അഭിനയിച്ച് 3-ാമത്തെ പടം ചെയ്തതാണ്. അതൊന്ന്. പിന്നെ ഇപ്പോൾ ഈ ചെറുപ്പക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. ലാൽ ജോസ്, പിന്നെ നമ്മുടെ വൈശാഖില്ലേ, വൈശാഖ്. ഞാൻ എപ്പോഴും പറയും, അവരൊക്കെ എന്താ അറിയോ, അവരൊന്നും മടിയന്മാരല്ല. അവരുടെ ഒരു പ്രൊഫഷണൽ ഒരു അപ്രോച്ച് കണ്ടാൽ നമുക്കറിയാം, ഹാർഡ് വർക്ക് നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഡേ ഇരിക്കുമ്പോഴേ 100 ദിവസം ഓടുമോ എന്നൊന്നും പറഞ്ഞല്ല അവർ പടമെടുക്കുന്നത്. അവരെടുക്കുന്നത് അവരുടെ വർക്ക് എത്രയും പെർഫെക്റ്റായിട്ട് കൊണ്ടുവരാമോ അത്രയും നന്നായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും. പിന്നെ എൻ്റെ മോന് മോശമൊന്നുമല്ല കേട്ടാ, സൂപ്പറാണ്. പൃഥ്വിരാജ് സുകുമാരൻ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ഡയറക്ടർ വന്നു കഴിഞ്ഞാൽ ഡയറക്ടർ ആളാണെങ്കിൽ ഞാൻ പോയി ചെയ്യുന്നു. അതല്ല, ഞാൻ അതൊരു അഹങ്കാരം. ഇപ്പൊ പറയാൻ തള്ള ഇരുന്ന് തള്ളുന്നു പറയുമ്പോൾ അതൊരു പുതിയ തള്ളോ ഉണ്ട്. ഈ പറഞ്ഞാലും ഇല്ലെങ്കിലും പറയാം. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു ഇതൊക്കെ അവർക്കൊന്നും തള്ളാൻ വേറെ സംഗതിയില്ല. ഞങ്ങളെയൊക്കെ വെച്ചാൽ തള്ളാനൊക്കെ ഉള്ളു കാശുണ്ടാക്കണമെങ്കിൽ. ഞങ്ങൾക്ക് അവരെ ആരെയും തള്ളണ്ട. അതാണ് അതിൻ്റെ വ്യത്യാസം. ഈ ട്രോള് എന്നും പറഞ്ഞ് കുറേ സോഷ്യൽ മീഡിയയിലുണ്ട്. അവരൊക്കെ ജീവിക്കുന്നത് ഞങ്ങളെ കൊണ്ടാകുമ്പോളെ സത്യമല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇതുകൊണ്ടല്ല അവിടെ കച്ചവടം കോളേജിൻ്റെ മുമ്പിലിരുന്ന് കച്ചവടം ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്ത്രീയെക്കുറിച്ചൊരു കഥയുണ്ടാക്കി ഞാൻ വായിക്കുമോ, മോള് വായിക്കുമോ? ഇല്ല. അതേസമയം മല്ലിക സുകുമാരൻ ആൾ തള്ളി മറ്റെന്തൊക്കെ പറഞ്ഞ് കൊല്ലമൊക്കെ എഴുതണേ എന്തോന്ന് പറഞ്ഞത് മല്ലിക സുകുമാരൻ ഒരു ഇൻട്രസ്റ്റ് വരും. അപ്പോൾ 50 പേര് വായിക്കുന്ന മാറ്റർ 100 ആക്കാനുള്ള എളുപ്പ വഴി അറിയപ്പെടുന്ന വ്യക്തികളെ തെറി വിളിക്കുക എന്നുള്ളത്. ഇല്ലെങ്കിൽ ഇവരൊക്കെ എന്തോന്ന് കിട്ടും യൂട്യൂബിൽ നിന്ന്.
ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഞാൻ കാരണം നിങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ. ചാരിറ്റിയാ എൻ്റെ ചാരിറ്റിയാ. അത്രേ ഉള്ളൂ, അതേ ഉള്ളൂ. ഞാനതൊരു അഹങ്കാരം പറയല. എനിക്ക് അവരോടൊന്നും ഒരു ദേഷ്യവും ഇല്ല. ആ ഒരു ട്രാക്കിലൂടെ സഞ്ചരിച്ച് ജീവിക്കുന്നവരാണ് അവരൊക്കെ. അവരെ തിരുത്താനും ഒക്കത്തില്ല, പറഞ്ഞ് മനസ്സിലാക്കാനും ഒക്കത്തില്ല. മനസ്സിലാക്കാൻ പോയാൽ ഉടനെ വേറെ 10 തെറിയും കൂടെ പറയും. അത് പറഞ്ഞുകൊണ്ട് പോട്ടെ, എനിക്ക് അതിലൊന്നും ഒരു സങ്കടമില്ല. പക്ഷേ ഞാൻ ബഹുമാനിക്കുന്ന സംവിധായകർ കുറേ അധികം പേരുണ്ട്. ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ ഇപ്പോൾ പത്മകുമാർ, വൈശാഖ്, ഇവർക്കെല്ലാം നല്ല ക്രാഫ്റ്റ് അറിയാവുന്നവരാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ നമ്മുടെ ജൂഡില്ലേ സാറാസ്, ഞാൻ പറഞ്ഞു അല്ല, അതിന് ശേഷം പുള്ളിയെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മിടുക്കനാ. ജൂഡ് നല്ല മിടുക്കനാ. കാരണം 2018 ചെയ്തിട്ട് അങ്ങ് പോയതാണ്. അതെ, അതാണ് സാറാസ്. അതിനു മുമ്പ് ചെയ്താ സാറാസ്. അപ്പോൾ അതിനകത്ത് ഞാൻ നല്ലൊരു അമ്മച്ചി അത് കണ്ടിട്ട് ഒരു IAS ഉദ്യോഗസ്ഥൻ എൻ്റെ നമ്മൾ നേരിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഇതുപോലൊരു സിറിയൻ അമ്മച്ചിയുണ്ട്, ഇത് തന്നെ സാധനം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതെനിക്കൊരു വലിയ അംഗീകാരമായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് അല്ല, അതിപ്പോൾ ജൂഡിൻ്റെ ഒക്കെ മിടുക്കാണ് കേട്ടോ. അതൊരു ക്യാരക്ടർ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് ആ സംവിധായകരുടെ തന്നെ മിടുക്കുക. തീർച്ചയായിട്ടും അതെ. അതേപോലെ തന്നെ ഞാനത് മോഹൻലാലിന് തന്നെ അയച്ചു കൊടുത്തൊരു 3 വയസ്സായ കുഞ്ഞ് എൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് ഈ ബ്രോഡാഡിയിലെ അമ്മച്ചിയായിട്ട് ചട്ടയും മുണ്ടുമൊക്കെ ഇട്ട്, ജോണിക്കുട്ടിയെ ഏത് പാർലറിലാടാ അതിൻ്റെ കെട്ടിയോള് കറക്റ്റായിട്ട് ഡയലോഗ് കാണാതെ ആ മനോരമയിലാണ്. അയ്യോ എൻ്റെ ദൈവമേ, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ വേറെ ആ ബമ്പർ ശരി. ഞാനിങ്ങനെ അതിശയിച്ചു, മോളെ ഇതെങ്ങനെ മക്കൾ ഈ ഡയലോഗ് ഇങ്ങനെ കാണാതെ പറയുന്നത്? അത് ഞാൻ ഇങ്ങനെ കുറേ പ്രാവശ്യം കേട്ട് പഠിച്ചു. 3 വയസ്സേ ഉള്ളിട്ട് ഞാൻ ആ വീഡിയോ സത്യം പറയാം മോഹൻലാൽ വരെ അയച്ചു കൊടുത്തു. മോഹൻലാൽ വരെ അത് അഭിനന്ദിച്ചുകൊണ്ട് എനിക്കൊരു മറുപടി അയച്ചു. അതാണ് ഇന്നത്തെ തലമുറ, അത്രയും ബ്ലോട്ടിംഗ് പേപ്പർ പോലെ എടുക്കുന്നവൾ. അപ്പോൾ അങ്ങനത്തെ ഉള്ള കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വരെ മറക്കാതെ നിൽക്കുന്ന കഥാപാത്രങ്ങൾ കിട്ടുന്നത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചൊരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ എനിക്കിപ്പോഴത്തെ സംവിധായകർ ഇപ്പോൾ പേര് ആലോചിച്ച് പറയണം, ഒരുപാട് പേരുടെ പേര് പറയാനാണെങ്കിൽ ഞാൻ അഭിനയിച്ചവരുടെയും ഞാൻ അടുത്തിടപഴകിയിട്ടുള്ളവരുടെയും കാര്യം വെച്ചുകൊണ്ട് പറയുക, എല്ലാവരും നല്ല മിടുക്കന്മാർ. സത്യൻ മുതൽ ഇങ്ങോട്ട്, ഞാൻ സത്യനൊക്കെ അന്ന് ഞാൻ കാണുമ്പോൾ കൊച്ചുകുട്ടികളാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാണ് സത്യൻ്റെ കല്യാണമൊക്കെ. അപ്പോൾ അത് അന്ന് മുതൽ എനിക്കറിയാം. സത്യനായാലും ശരി, സിബി മലയിൽ സാറ്, അവരൊക്കെ എല്ലാവരും കഴിവുള്ളവരായ, എല്ലാവരും നല്ല സംവിധായകരും. എന്താണ് സിനിമ എന്ന് കുറച്ച് പഠിച്ചിട്ട് ആ ജോലി ചെയ്യാൻ ഇറങ്ങുന്ന വരിക. ഇപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ കാര്യം, ഇപ്പോഴത്തെ പുതിയ സംവിധായകർ കുറേ, ഇപ്പോഴത്തെ എത്ര പുതിയ പടങ്ങൾ നന്നായിട്ട് പോകുന്നുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ എനിക്ക് എല്ലാവരുടെയും പേര് എനിക്ക് അങ്ങോട്ട് പെട്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഈ അടുത്ത കാലത്ത് ആ കൂട്ടത്തിൽ വളരെയധികം ഞാൻ ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ് ഈ വിപിൻ ദാസ്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും, എന്ത് നല്ല മിടുക്കനാണല്ലോ, നല്ല കുറേ ഐഡിയാസും കാര്യങ്ങളും. ഇപ്പോൾ ഒരു സിനിമ എടുക്കുമ്പോഴേ നമ്മൾ ആർക്കും എതിരായിട്ട് എടുക്കുന്നതൊന്നുമല്ല. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, പത്രത്തിലും ചാനലിലും വരുന്ന വാർത്തകൾ, അയ്യോ ആ സിനിമയിൽ ഇങ്ങനെയുണ്ട്, ഈ സിനിമ, ഇതിനകത്തൊക്കെ എന്തുവാ നേരം വെളുത്താ വരുന്നത്? കൊല്ലലിൻ്റെ കൊലപാതകത്തിൻ്റെ അല്ലേ അടിപിടി ഉണ്ടാക്കി. പിന്നെ ഇപ്പോൾ കാണുന്നത് എന്താ വെച്ചാൽ, എന്തെങ്കിലും നടന്നാൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് കുറ്റം. ഇനി ഇവർ നാളെ പ്രതിപക്ഷം നാളെ ഭരണപക്ഷമായി, അപ്പോൾ മറ്റവർ പറയും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരാൾ ഭരിക്കുമ്പോൾ എല്ലാത്തിനും കൂടെ അങ്ങ് സർക്കാരിനെ കുറ്റം പറഞ്ഞതിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. സത്യം പറയാം, ഞാനങ്ങനെ ഒരു പാർട്ടിയുടെയും കൂടെ സജീവമായിട്ട് നടന്നിട്ടുള്ള ആളല്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോൾ തന്നെ ഹൈവേ ഏതാണ്ട് സംഭവിച്ചു. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കും, എന്തിനാണ് ഒരു കൊച്ചിനെ അവിടെ കയറി പിന്നെ ഇത് ചെയ്തു, കൊന്നു, അതും സർക്കാരിൻ്റെ കുറ്റമാണോ? സർക്കാർ നേരം വിളിച്ച ആളെ നിർത്തി നോക്കുകയാണോ ആരൊക്കെ ഇവിടെയൊക്കെ കൊല്ലുന്നതെന്നൊക്കെ? ഇതൊക്കെ ഓരോരുത്തർക്ക് ജന്മനായുള്ള ക്രിമിനൽ വാസനകളാണ്. നമ്മൾ ചെയ്യേണ്ടത് സർക്കാരിനുള്ളൊരു അപേക്ഷയല്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ കേൾക്കുന്നത് ഈ ആലുവ പെരുമ്പാവൂർ സൈഡിൽ വന്ന് കിടക്കുന്ന അന്യദേശത്തു നിന്ന് വന്നിരിക്കുന്ന പിള്ളേർ. കാരണം ഈ അടുത്ത കാലത്ത് ഒരു ജോലിക്ക് നിൽക്കുന്ന ഒരു കുട്ടിയുടെ, സത്യം പറയാം, എനിക്ക് വളരെ അടുത്തറിയാവുന്ന എൻ്റെ ഒരു കൂട്ടുകാരിയാണ്, ഒരു ഹോമിയോ ഡോക്ടറാണ്. അവൻ എൻ്റെ അടുത്ത് പറയാമായിരുന്നു, ഒരു ജോലിക്കാരി കിട്ടിയിട്ട് അതിനെ കൊണ്ടുവന്ന് എല്ലാം നിർത്തി എല്ലാം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അത് ഈ ആലുവയിലെങ്ങാണ്ട് വന്ന് കിടക്കുന്ന ഒരു ബംഗാളി ഒറീസയോ എങ്ങാണ്ട് നിന്ന ഒരുത്തൻ്റെ ഒരു ഇടപാടിലാണത് വന്നത്. ഇതിന് 3 ഫോണാണ് കയ്യിൽ. ആലോചിച്ച് നോക്കണേ. അപ്പം ഞാൻ അതാ പറഞ്ഞത്, എനിക്ക് അതിൻ്റെ നിയമവശം അറിയില്ല കേട്ടോ. അത് ജുഡീഷ്യറി ഒന്ന് പരിശോധിച്ചാൽ കൊള്ളാമെന്ന് ഞാൻ വളരെ വിനയപൂർവ്വം അപേക്ഷിക്കുക. ഈ വന്നിറങ്ങുന്നവർക്ക് ഇപ്പം നമുക്ക് ഇന്ത്യക്കകത്ത് ട്രാവൽ ചെയ്യുന്നതിന് ഒന്നും ചെയ്യാനൊക്കത്തില്ല. പക്ഷേ എന്നാൽ പോലും കേരളത്തിലോട്ട് വരുന്ന ഒരാൾക്ക് കേരളീയനല്ലെങ്കിൽ കയറുന്നിടത്തോ ഇറങ്ങുന്നിടത്തോ ഒരു സിസ്റ്റത്തിൽ ഇന്ന ആധാറുള്ള ഇന്ന ആൾ ഇത്രാം തീയതി ഇവിടെ വന്നിറങ്ങി പോകുമ്പോഴും അങ്ങനെ ഒരു സംവിധാനം ഇല്ലെങ്കിൽ ഒരുപാട് കുഴപ്പങ്ങൾക്ക് ഇവരറിഞ്ഞോ അറിയാതെയോ കാരണക്കാരാവുന്നുണ്ട്. ചിലപ്പോൾ ആ കുട്ടികളെ ആരെങ്കിലും അതിൽ പെടുത്തുന്നതാവാം, അതൊന്നും എനിക്കറിയില്ല. എന്തായാലും അതെന്തെങ്കിലും ഒരു സംവിധാനം കൊണ്ടിടണം.
അല്ലെങ്കിൽ കുറച്ച് അപകടങ്ങൾ ഇവിടെ കൂടും, ആവശ്യമില്ലാത്ത പിന്നെ വഴക്കുണ്ടാകുമ്പോൾ അതിലെല്ലാം നമ്മൾ ജാതി കൊണ്ടിറക്കും. മനസ്സിലായില്ലേ? ഒരു കാര്യവുമില്ല. ഇതൊന്നുമില്ലാതെ മനസ്സമാധാനമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു രാജ്യമല്ലേ. ഇപ്പം ഇന്ന് ഈ ഭരിക്കുന്ന നേതാക്കന്മാരുടെയൊക്കെ ചെറുപ്പകാലം ചിന്തിച്ചു പോകും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? എത്ര കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസ്സുകാരെയൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പോഴല്ലേ ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം ഇപ്പം എൻ്റെ അടുത്ത് തന്നെ ഓരോരുത്തർ പറഞ്ഞു, ചേച്ചി ഇതൊക്കെ കൂടെ ചേച്ചി ചുമ്മാ വായിക്കല്ലേ, ഇതിപ്പോൾ ഞങ്ങൾ മൂത്ത ഇന്നാരാന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ പിള്ളേരുണ്ട്. ഇത് പല ഇൻഫ്ലുവൻസും അവർക്കുണ്ടാവും, ചീത്ത എഴുതാനും നല്ലത് എഴുതാനും ഒക്കെ. ആ കൂലി എഴുത്തുകാർ കാണും. അത് ഞാൻ ആരും ശ്രദ്ധിക്കുന്നു, അതെനിക്കതെല്ലാം ഒന്നും കിട്ടത്തില്ല. ആരെങ്കിലും അയച്ചു തരിക, ചേച്ചി ഇതൊന്നും നോക്കണേ, ഇങ്ങനെ എഴുതിയിട്ടുണ്ടേ, അമ്മയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പിള്ളേരെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് മോളെ. അപ്പോൾ അതൊക്കെ ഞാൻ ഈ സംവിധായകരുടെ കാര്യം പറഞ്ഞപ്പോൾ അതുകൊണ്ടാണത് ഏറ്റവും നല്ലത്. സാമൂഹിക പ്രസക്തിയുള്ള ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന സംഭവങ്ങളിലൂടെ കുറച്ച് സിനിമ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നടക്കുമല്ലേ നമ്മുടെ നാട്ടിൽ എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന സംഭവങ്ങളാണല്ലോ പലതും വരുന്നത്. അല്ലാതെ നമ്മൾ കേട്ടിട്ടേ ഇല്ല. ഒരാളെ സമൂഹത്തിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ആരിവിടെ പറയുന്നത് സിനിമ ചീത്തയാകുന്നത് തെറ്റ്, അതാണ് ശുദ്ധ നുണ. സിനിമയല്ല ചീത്തയാക്കുന്നത്. ഇതുപോലെ വേണ്ടാതീനം പറയുന്ന സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ഉള്ള ന്യൂസ്. ഒരു കൊച്ചു വഴിയെ കൂടെ പോയാൽ ആരെങ്കിലും വന്ന് ബൈക്കിൽ വന്ന് മറ്റേ മാല പൊട്ടിച്ചു, അല്ലെ അവനെ തള്ളി താഴെയിട്ടു കൊന്നു, ഇതൊക്കെ നടക്കുന്നതെല്ലാം പത്രത്തിലും ടി വിയിലും അടുത്ത് എന്ന് ക്യാമറ ഷൂട്ട് ചെയ്ത് കാണിക്കും. അതൊന്നും ശരിയാണോ? നമ്മുടെ ചുറ്റും നടക്കുന്നതാണ് സിനിമയിലും കാണുന്നതൊന്നും. അത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല മിടുക്കന്മാരായ സംവിധായകർ പുതിയ പുതിയ ചിന്താഗതികളുമായിട്ട് വരുന്നുണ്ട്. അവരോടും എനിക്കൊരു അപേക്ഷയുള്ളൂ, നിങ്ങളെടുക്കുന്ന സാധനങ്ങൾ വളരെ റിയലിസ്റ്റിക്കായിട്ട് നമുക്കെല്ലാം ഒരു ഉത്തരവാദിത്വമുണ്ട് ഈ സൊസൈറ്റിയോട് എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക. പക്ഷേ ഇതെല്ലാം പറഞ്ഞെങ്കിലും വ്യസന സമേതം ബന്ധുമിത്രാദികൾ കണ്ടിട്ട് പോയാൽ നിങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നത്. ഞങ്ങളുടെ തറവാട് അന്വേഷിച്ച് വരും, ആ വീട് എവിടാന്ന് അന്വേഷിച്ച് വരും. ആ വീട് ആക്ച്വലി എവിടാ? അങ്ങ് തിരുവനന്തപുരത്ത് എന്താ പറയുക സ്ഥലത്തിൻ്റെ പേര് എന്തായിരുന്നു? വെങ്ങാനൂർ. അത് തന്നെ. വെങ്ങാനൂർ സ്ഥലത്താണ് ഷൂട്ട് ചെയ്തത്. ഓക്കെ. ഇപ്പൊ മലയാളത്തേക്ക് ഒരു സിനിമ വരുമ്പോഴേ യെസ് പറയാൻ പല പല ഫാക്ടേഴ്സ് കാണും. നോ പറയുന്നത് എപ്പോഴാ? ഇത് ഞാൻ ചെയ്യുന്നില്ല, എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന്. അതെന്താ അറിയോ? ഒരു സെറ്റ് പ്രോപ്പർട്ടി പോലുള്ള ചില വേഷങ്ങൾക്ക് വിളിക്കും. അതായത് ഇപ്പൊ ഇവിടെ ഒരു വിളക്കിരിക്കുക, എന്തെങ്കിലും കാര്യമുണ്ടോ, അതവിടെ ഇരുന്നാലെന്ത് ഇരുന്നില്ലെങ്കിലത്, അമ്മേ ഞാൻ പോയിട്ട് വരാമേ, ആ മോനെ, ഇത്രയേ ഉള്ള പടത്തിനകത്ത് 2-3 പ്രാവശ്യം ഈ ആ മോനെ വരാൻ വാതുക്കെ വരെ എന്ന് വരണം. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ലാത്തതിന് നമുക്ക് എന്തെങ്കിലും ചില പൈസ അഹങ്കരിച്ച് വേണ്ടെന്ന് പറയല്ല. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല. അതേസമയം 3 സീനേ ഉള്ളെങ്കിലും ആ 3 ഇപ്പം ബ്രോഡാഡി എന്തോ ഫുൾ ലെങ്ത് റോളാണ്. പക്ഷേ എൻ്റെ ആ അമ്മൂമ്മത്തള്ള എവിടേക്കോ കൊണ്ടു, പലർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് കാരണം അതാ ഞാൻ പറഞ്ഞത്, നമ്പർ ഓഫ് സീൻസിനെക്കാട്ടിൽ ഒരു ചെറിയ ഇമ്പാക്റ്റ് ഈ കാണുന്നവരുടെ മനസ്സിലുണ്ടാക്കാൻ സാധിക്കും. എനിക്ക് ഏറ്റവും വലിയ ക്രെഡിറ്റായിപ്പോയി IAS ഉദ്യോഗസ്ഥന്മാർ ഒരാൾ എന്നോട് പറഞ്ഞത്, എൻ്റെ വീട്ടിൽ മേഡം ഒരു സിറിയൻ അമ്മച്ചിയുണ്ട് കേട്ടോ, ഡിറ്റോ ഇതാൾ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ സാർ? അല്ല അതിങ്ങനെ ഞാൻ കേട്ടു കൊച്ചുമോനോട് പറയുന്നതും അല്ല. അപ്പോൾ ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷവും. അപ്പോൾ അങ്ങനെയുള്ളൊരു ചെറിയ അംഗീകാരം എവിടെന്നെങ്കിലും വരുമ്പോഴാണല്ലോ ഒരു ആർട്ടിസ്റ്റിനൊരു സന്തോഷം. ചേച്ചി ഉണ്ടായിരുന്നു ആ പടത്തിൽ, എവിടെ നീ ചോദിച്ചാൽ പോയില്ലേ സംഗതി. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ചുമ്മാ നിൽക്കുന്ന വേഷം അത് ചിലപ്പോൾ ചിലരൊക്കെ വിളിക്കാറുണ്ട് ഗസ്റ്റ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു 2-3 പടം തന്നെ ഗസ്റ്റ് റോളാണ്, ഞങ്ങൾ എഴുതി കാണിക്കാം, ഒരു ദിവസത്തെ ഞാൻ പറഞ്ഞില്ല. എഴുതിയില്ലെങ്കിലും എൻ്റെ മോന്ത കണ്ടാൽ അറിയാം മല്ലിക സുകുമാരൻ എഴുതിയില്ലെങ്കിലും സാരമില്ല. പക്ഷേ ഒരു ദിവസം വന്ന് 3 സീൻ അഭിനയിക്കാൻ ഞാനില്ല മോനെ, ആ സീനിൽ എന്തുവാ ഒന്നുമില്ല. അല്ലാതെ അമ്മയാണ് പറയുന്നത് പോകണ്ടെന്ന്, ഇത്രയല്ലേ ഉള്ളൂ, പോകണ്ട ഇവിടെ നിന്ന് പറഞ്ഞാൽ മതിയോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞില്ല. പക്ഷെ ശബ്ദമായിട്ട് കുറെ സിനിമയിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ഗഗനചാരിയിലെ ഏലിയന്റെ ശബ്ദം ഒന്നും നമ്മൾ ഒരിക്കലും മല്ലികാമ്മയുടെ ശബ്ദം പക്ഷെ എല്ലാവർക്കും മനസ്സിലായി ഞാനാണെന്നുള്ളത്. ഒരുപാട് പേര്, എത്ര പേര് അത് അന്ന് റിലീസ് ചെയ്ത ദിവസം തന്നെ ഒരുപാട് പേര് എൻ്റെ അമ്മേ ചേച്ചിയുടെ സൗണ്ടാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര്. അപ്പം ഞാൻ ചോദിച്ചാൽ ഇത് എങ്ങനെ പിടി കിട്ടി? അപ്പോൾ എല്ലാവരും പറഞ്ഞു കൊള്ളാം, ഞങ്ങൾക്ക് ചേച്ചിയുടെ സൗണ്ട് എത്രയോ കാലമായിട്ട് ഇങ്ങനെ കേൾക്കും. എന്തിനാ പറഞ്ഞത്? ടെലിഫോൺ ഓപ്പറേറ്റർമാർ, ഞാൻ എൻ്റെ ഫോണൊന്ന് ലാൻഡ് ലൈൻ ശരിയാക്കാനായിട്ട് പണ്ട് വട്ടിയൂർക്കാവ് വെച്ച്, ഹലോ അതെ എനിക്കൊരു ചെറിയ ഒരു കംപ്ലൈൻ്റ് ഉണ്ട്, അതുപോലെ മല്ലിക മേഡം ആണോ? ഞാൻ എന്താ അല്ല മല്ലിക സുകുമാരൻ മേഡം ആണോ? പിന്നെ അതെ എങ്ങനെ മനസ്സിലായി? നമ്പറോ? അല്ല നമ്പർ നോക്കിയിട്ടല്ലേ മേഡത്തിൻ്റെ. ഇന്നലെ ഞങ്ങൾ കണ്ടായിരുന്നു ഇന്ദുമുഖി ചന്ദ്രമതി. ഈ ഇന്ദുമുഖി ചന്ദ്രമതി ഇപ്പോൾ 2-3 പ്രാവശ്യമായി വരുന്നു ഈ സീരിയൽ. ഇതൊക്കെ കൂടെ കണ്ട് ഏതാണ്ടൊക്കെ ഒച്ച വളരെ തറവാണ് എൻ്റെ.
അതാവൂലോ. ഇപ്പൊ 12th മാനിലൊന്നും മുഖമില്ലല്ലോ, പക്ഷെ സൗണ്ട് കേൾക്കുമ്പോ നമുക്കറിയാലോ ഇന്ന ആളാണ് അത് എന്ന്. ശബ്ദം കൊടുക്കൽ ഉണ്ടായിട്ടുണ്ടല്ലോ. എനിക്ക് റേഡിയോയിലിരിക്കുമ്പോ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. റേഡിയോയിലിരിക്കുമ്പോ ഞാൻ ഇതുപോലെ മല്ലികാമ്മയെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പൊ മല്ലിക സുകുമാരൻ എന്നാണ് ഉത്തരം. മല്ലികാമ്മയുടെ ബർത്ത്ഡേ ആണെന്ന്. മല്ലിക സുകുമാരൻ എന്നാണ് ഉത്തരം. അപ്പൊ ഞാൻ മല്ലികാമ്മയെ വിളിച്ചു ഈ കഥ പറയിപ്പിക്കാനായിട്ട്. പക്ഷെ മല്ലികാമ്മയെ വിളിച്ചിട്ട് കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ കോൾസ് വരികയാണല്ലോ. അപ്പൊ നമ്പർ നമുക്ക് കാണാന്നല്ലാണ്ട് കോളൊന്നും സേവ്ഡ് അല്ല. അപ്പൊ ഞാനൊരു കോൾ എടുത്തപ്പോ ഹലോ മല്ലിക സുകുമാരൻ, റൈറ്റ് ആൻസർ മല്ലിക സുകുമാരൻ എന്നൊക്കെ പറഞ്ഞ അല്ല ഞാൻ മല്ലിക സുകുമാരനാണ്. എന്താ? അല്ല ഞാൻ മല്ലിക സുകുമാരനാണ്. ഇതായിരുന്നു അവസ്ഥ. അത് ചോദ്യം എന്തായിരുന്നെന്നറിയോ? മലയാളത്തിലൊരു ലിറിസിസ്റ്റ് അദ്ദേഹത്തിന്റെ പാട്ടിന് ലിറിക്സ് എഴുതാനിരിക്കുമ്പോ തുടക്കം ഭംഗിക്ക് കിട്ടാതെ വന്നപ്പോ മല്ലിക സുകുമാരൻ ഇങ്ങനെ നടന്നുപോയി. ആളുടെ പേര് വെച്ചാണ് ആ പാട്ടുണ്ടായത്. ഏത് പാട്ടാണെന്ന് പറഞ്ഞാൽ ആ പാട്ട് പ്ലേ ചെയ്ത് കൊടുത്തു. ഏത് പാട്ടാണ്? ആ കഥയൊന്ന് മല്ലികാമ്മ പറയോ? ബിച്ചു തിരുമലയല്ലേ? ബിച്ചു തിരുമല, സുശീല ചേച്ചി, അനിയത്തി ശ്യാമ. നിങ്ങളറിയുമെന്നറിയത്തില്ല, എൻ ഗോപാല സാറിനെ കഥ അവരുടെ അച്ഛനും അപ്പൂപ്പന്മാരാണ്. ആ കുടുംബമായിട്ട് എൻ്റെ അച്ഛനൊക്കെ വലിയ അടുപ്പമാണ്. അപ്പോൾ അവരെ എല്ലാവരെയും ഞങ്ങൾക്കറിയാം. ബാലു കിരിയത്ത് വരെയുള്ള കസിൻസിനെ ആയിട്ട് ഞങ്ങൾക്ക് പണ്ട് ഞാനൊക്കെ കോട്ടണിൽ പഠിക്കുന്ന കാലത്തെ അറിയാം. അങ്ങനെ ഭരണി കോളനിയിൽ വന്നിട്ട് ഞാൻ തുടക്കകാലത്ത് അത്യാവശ്യം അവിടെ ഒരു ചെറിയ വേഷമൊക്കെ തുടങ്ങി വന്നപ്പോഴാണ് ബിച്ചു ഭരണി സ്റ്റുഡിയോയിൽ റെക്കോർഡിങ്ങിന് വന്നത്. അപ്പോൾ കുറേ നാളിന് ശേഷമാണ് എന്നെ കണ്ടതുമൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ബിച്ചു ഏതാണ്ടോ പ്രേമഗാനം എഴുതിയോ എന്നെക്കുറിച്ചൊക്കെ ഞാനിത് അറിഞ്ഞു. അയ്യോ ഒന്നും പറയണ്ടടോ, ഞാനിങ്ങനെ എഴുതി പണ്ടിങ്ങനെ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി കണ്ടപ്പോഴത്തേക്ക് നമ്മൾ കുറേയൊക്കെ വളർന്നു, നമ്മുടെ ഛായയൊക്കെ മാറി. ആ പാട്ട് അത് സത്യമാണ്, അദ്ദേഹം തന്നെ എഴുതിയതാണ്. അത് ആ പാട്ടിൻ്റെ വരി എന്ന് പറയുമോ? മോഹമല്ലിക എന്നല്ലേ, എന്താണ് ശരിക്കും പറഞ്ഞാൽ ആ പാട്ടിൻ്റെ ഞാൻ അന്നേരം അത് കാണുന്നത് ഒരു ഫേസ്ബുക്കിൽ ഏതാണ്ടിലോ ബിച്ചു തന്നെ അത് പറഞ്ഞിട്ട് ഇവിടെ കണ്ട് കിടപ്പുണ്ടെന്ന് തോന്നുന്നത്. ഞാനതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. പക്ഷെ ഞാനൊക്കെ പഠിച്ചിറങ്ങി വരുമ്പോൾ അതല്ല, നമ്മൾ വിമൻസ് കോളേജിൻ്റെ നടയിലൊക്കെ നിൽക്കുമ്പോൾ അറിയാമല്ലോ, എന്നെ പറ്റി മാത്രമല്ല വരുന്ന എല്ലാ പെൺപിള്ളേരെയും പറ്റി ഒരു പാരഡി കാണും. എനിക്ക് വന്നിരുന്ന പാരഡി മല്ലികേ മല്ലികേ മാലതി മല്ലികേ വന്നുവോ വന്നുവോ വസന്തസേനൻ വന്നുവോ. ഇതാണ് കമന്റ്. അപ്പൊ തിരിച്ചെന്ത് പറയും? വന്നു പോകുന്നില്ല, കുറച്ചുകൂടെ പോകും കേട്ടോ. എനിക്ക് ചോദിക്കാം, മല്ലികാമ്മയുടെ ഇപ്പോഴത്തെ ഒരു സ്വഭാവം വെച്ച് മല്ലികാമ്മ അന്ന് എന്ത് പറഞ്ഞിട്ടുണ്ടാവും? വന്നില്ല മോൻ, കുറച്ചും കൂടി പോകും എന്ന് പറഞ്ഞിട്ട്. അല്ല എന്താ പറയുക, അതുപോലെ പുറകെ വരുന്ന ഓരോരുത്തരുടെയും ഇതെങ്ങനെ ഈ പേര് വരി പഠിച്ചു വയ്ക്കുന്നത്? അതായത് ഞങ്ങളുടെ വിമൻസ് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കും. അതിനൊക്കെ ഒരു ത്വര ഉണ്ടാവും. അതൊക്കെ നീ കുട്ടികളോടൊക്കെ ചോദിച്ചു നോക്കും. അല്ല സത്യം, ഞങ്ങൾ അവിടെ ഒരു 5-8 പേരുണ്ട്. ഞങ്ങളെല്ലാം അതിൻ്റെ ലീഡേഴ്സുമാണ് കേട്ടോ. ഞങ്ങളായിരുന്നു വിമൻസ് കോളേജ്, എല്ലാവർക്കും വലിയ കാര്യമാണ്. ഞങ്ങളെല്ലാം ഫസ്റ്റ് ക്ലാസ്സൊക്കെ വാങ്ങിച്ച് പാസ്സാവുന്ന സ്റ്റുഡൻസാണ്. വലിയ കാര്യം. ഇവരെ എല്ലാവരെയും അറിയാം. പോരാങ്കിൽ വിമൻസ് കോളേജിൻ്റെ ചരിത്രത്തിൽ 1000 വോട്ടോളം മാർജിൻ വാങ്ങിച്ച് ആർട്സ് ക്ലബ് സെക്രട്ടറി ആയ ആളാണ് ഞാൻ. BSc ഫൈനൽ ഇയറുകാരിയെ തോപ്പിച്ച് പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറുകാരി ഞാൻ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയി. അതുമാത്രമല്ല, ആദ്യമായിട്ട് 2 പ്രമുഖ താരങ്ങളെ കൊണ്ടുവന്നു, നസീർ സാറ്, ശാരദ. ആ കഥ നസീർ സാറ് എൻ്റെ ദൈവമേ മരിക്കുന്നിടം വരെ പറയുമായിരുന്നു, എന്തെല്ലാം വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞെന്നറിയാവോ എന്നൊക്കെ പറഞ്ഞ്. അത് എൻ്റെ കസിനാണ് കളിത്തോഴൻ എന്ന് പറയുന്ന പടം എടുത്തത്. മൂത്ത കൈനിക്കരുടെ മകൻ കർമ്മചന്ദ്രൻ. അപ്പോൾ അതിനകത്താണ് നമ്മുടെ ജയചന്ദ്രൻ ചേട്ടൻ മഞ്ഞലയിൽ മുങ്ങി തോർത്തിയൊക്കെ പാടിയതൊക്കെ. അപ്പോൾ ഞാൻ അന്ന് ശാരദ വന്നാൽ താമസിക്കുന്നത് ബെലെയർ ഹോട്ടൽ, ട്രിവാൻഡ്രം. ഇപ്പം അതില്ല, ഇപ്പം അവർ കോവളത്തെ കണ്ട. അത് അതിൻ്റെ ഉടമസ്ഥൻ കമലാ പണിക്കരുടെ ചേട്ടനാണ്, ബ്രദറാണ്. എൻ്റെ കസിനെ കല്യാണം. ഇങ്ങനെയൊക്കെ ഉള്ള ഞങ്ങളെന്നും കാണത്തൊന്നുമില്ല. അങ്ങനെ ഒരു പറഞ്ഞാൽ അറിയുന്ന ബന്ധമേ ഉള്ളൂ. ഞാനങ്ങ് എന്ന് കമല ചേച്ചി ശാരദയെ ഒന്ന് കാണാനൊരു ദിവസം, എന്താ മല്ലികേ, ഞാൻ പറഞ്ഞല്ല നമ്മുടെ കോളേജിലേ അങ്ങ് ഇറങ്ങി ചെല്ലുക. ഉണ്ടാടൊക്കെ ശാരദയും കണ്ടിട്ടില്ല, പ്രേം നസീറിനെ കണ്ടിട്ടില്ല. നസീർ സാറിന് പറഞ്ഞു, സാർ നമസ്കാരം സാറേ, കളിത്തോഴൻ എടുത്ത കർമ്മേന്ദ്രൻ്റെ കർമ്മേന്ദ്രൻ്റെ. ഞാൻ പറഞ്ഞു കർമ്മേന്ദ്രൻ്റെ അച്ഛൻ്റെ അനിയൻ, കൈനിക്കരയിലെ ഇളയ ആളിൻ്റെ മകളാണ്. അയ്യോ ഇരിക്കൂ അതെ, അദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയാമല്ലോ, ആലയെ കണ്ടാലും ഇരിക്കൂ, കാപ്പി കുടിക്കൂ, ചായ കുടിക്കൂ. ഇപ്പോഴത്തെ ഈ മിണ്ടാത്ത ഭാവങ്ങൾ, ഇങ്ങനെ അധികം ചിരി വരാത്ത എക്സ്പ്രഷൻസ് ഒന്നും അദ്ദേഹത്തിനില്ല. എല്ലാം ഇരുന്ന കാര്യങ്ങളും. ഞാൻ സാറേ ഒരു അബദ്ധം പറ്റി, എന്നെ ജയിപ്പിക്കാമെങ്കിൽ നസീർ സാറിനെ ശാരദയും കൂടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഞാൻ ആർട്സ് ക്ലബ് സെക്രട്ടറി. ആരോട്? ഞാൻ പറഞ്ഞു കോളേജിൽ.
അങ്ങനെയൊക്കെ കയറി പറയാമോ, ഞങ്ങളിപ്പോൾ വല്ല വെളിയിലെ കാണുവാണെങ്കിൽ എന്തോ ചെയ്ത്, അല്ല എന്നായാലും മതി, ഇപ്പോൾ ഇനി ഒരു 3 മാസം കൊണ്ട് അതിനുള്ളിൽ ഉദ്ഘാടനം നടത്തിയാൽ മതി. അപ്പോഴാണ് സാറ് തിരുവനന്തപുരത്തുണ്ടെന്ന് അറിഞ്ഞത്. ഒരു അരമണിക്കൂർ ഞങ്ങളുടെ വിമൻസ് കോളേജൊക്കെ എനിക്കറിയാം, കോളേജിനെക്കുറിച്ച് വർണ്ണിക്കേണ്ട. തലസ്ഥാന നഗരിയിലെ ഏറ്റവും വലിയ കോളേജാണ് പെണ്ണുങ്ങളുടെ HSD മഹാരാജാസ് കോളേജ് ഫോർ വിമൻ. ഇത് തന്നെ ശാരദ എടുത്ത് പറഞ്ഞു, ചേച്ചി എന്നോട് ക്ഷമിക്കണേ ചേച്ചി എന്ന് പറഞ്ഞ് ഭയങ്കര സഹതാപ തരംഗമൊക്കെ വെച്ചിട്ടേ പാവം രണ്ടുപേരും കൂടെ. അല്ല, ഇപ്പൊ ശരിക്കും കോളേജിൽ അങ്ങനെ പറഞ്ഞായിരുന്നോ, ജയിപ്പിച്ചായിരുന്നു? പിന്നെ രണ്ട് പ്രമുഖ താരങ്ങളാണ് ആർട്സ് ക്ലബ് സെക്രട്ടറി. ഏത് താരം? സസ്പെൻസ്, സർപ്രൈസ്. ആ സർപ്രൈസ് ഞാൻ അപ്പളേ പൊട്ടിക്കുള്ളൂ ഒക്കെ പറഞ്ഞ് നടന്ന് 3 ദിവസം നടന്ന് ഒരു ദിവസം മെരിലാൻഡിൽ ഉച്ചയ്ക്ക് ഒരു 3 മണി സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ തീരുമാനിക്കുകയാണ് ബ്രേക്ക് കഴിഞ്ഞാൽ ഉടനെ വയ്ക്കുക. ഞാൻ പറഞ്ഞു ഞങ്ങൾക്കും അതാണ് സാർ, 3:30 കോളേജ് വിടും, അത് കഴിയുമ്പോൾ കോളേജ് ബസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിപ്പോൾ ഒരു അരമണിക്കൂർ തള്ളിയാലും കുഴപ്പമൊന്നുമില്ല, പ്രിൻസിപ്പൽ ഞങ്ങൾക്ക് അനുവാദം തന്നിട്ടുണ്ട്. അങ്ങനെ തീരുമാനിക്കുന്നു. ഒരു ദിവസം 3 മണിക്ക് ആർട്സ് ക്ലബ് ഇനോഗ്രേഷൻ. പ്രേം നസീർ ശാരദയെന്ന് പ്രിൻസിപ്പൽ വിളിപ്പിച്ചെന്നെ. അയ്യോ ഭഗവാനെ പാവ, ഇടയ്ക്കാണ് മാഡം മരിച്ചത്, എസ്തർ ഹലീഗ, ഒരു ജൂയിഷ് ലേഡിയാണ്. കമ്മിയാ മലിക, അത് കഴിഞ്ഞ് എന്താ പേട, അല്ല എനിക്കറിയാമായിട്ട് ചോദിക്കുക, ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തു, എങ്ങനെ സംഘടിപ്പിച്ചു? ഒന്നും ചോദിക്കല്ലേ മാഡം, ഒരു കഥയാത്. പിന്നെ പറഞ്ഞാൽ മതി, കാര്യം നടക്കട്ടെ. കാലി വീണു, വേറെ ഒന്നുമില്ല. വന്നപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒരു കോളേജിൽ ആദ്യം വരികയാണ് തിരുവനന്തപുരത്ത്. എൻ്റെ അമ്മയെ വിമൻസ് കോളേജിൻ്റെ മതിലൊക്കെ അപ്പുറത്തെ ആർട്സ് കോളേജിലെ ആമ്പിള്ളാരും അവിടെ നിൽക്കുന്ന ആൾക്കാരും എല്ലാം കൂടെ, വിമൻസ് കോളേജിനകത്ത് പുരുഷന്മാരും എല്ലാം കൂടെ സദസ്സിൽ ഒരു കൂട്ടം ബഹളം. പക്ഷേ സാറ് നന്നായിട്ട് പ്രസംഗിച്ചു, ശാരദ ചേച്ചി. പക്ഷേ അതിൻ്റെ തമാശ അതൊന്നുമല്ല. അത് കഴിഞ്ഞ് കറങ്ങിത്തിരിഞ്ഞ് ഞാൻ സിനിമ വന്നപ്പോൾ ഇനി വരണം, കർമ്മേന്ദ്രൻ്റെ അനന്തരവളെ ഇനി വരണം. നസീർ സാറ് അടൂർ ഭാസി സാറിനോടും ബഹദൂർക്കയോടും എല്ലാം ഈ കഥ പറഞ്ഞിട്ടുണ്ട്. അയ്യോ അന്നത്തെ കരച്ചിലുണ്ടപ്പം നമ്മുടെ ഹൃദയം നൊന്തുപോയി, അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ പോയതാണ് എന്നൊക്കെ പറഞ്ഞ് എന്തായാലും കാര്യങ്ങൾ ഭംഗിയായിട്ട് നടന്നു. നടത്തിയെടുക്കാൻ അറിയായിരുന്നു. അതല്ല, നമ്മളെ താന്നൊന്ന് പറഞ്ഞു വിചാരിച്ചൊന്നുമില്ല. എല്ലാവരുടെയും മുമ്പ് ഞാൻ ആനയാണെന്നൊന്നും പറഞ്ഞ് നിന്നാൽ ആ നാടല്ല കേരളം. അത് മാറി. അതെല്ലാവരും മനസ്സിലാക്കണം. അത് സാംസ്കാരിക രംഗത്തായാലും ചലച്ചിത്ര രംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും എല്ലാം അതെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭാഷ, നമ്മുടെ പെരുമാറ്റം, അതിനൊക്കെ ഒരുപാട് പ്ലസ് മാർക്ക് ഉണ്ട് മോളെ, ഇല്ലയെന്ന് പറയുന്നതല്ല. ഈ പറയുന്ന ചീത്ത വിളിക്കുന്ന മാർക്ക് എന്തും പറയാം. അത് അവൻ്റെ, ഞാൻ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് അവൻ്റെ ചോറ് അരി വാങ്ങിക്കുന്ന വരുമാനം അത് വാങ്ങിച്ചോട്ടെന്നേ. പക്ഷേ നമ്മളെ അറിയാവുന്നൊരു വലിയ വിഭാഗം അപ്പുറത്ത് കിടക്കുക. ഇപ്പോൾ എനിക്ക് ഓൺലൈനിൽ ഇപ്പോൾ ഒരു 2 ലക്ഷം പേരെ ഉണ്ടാക്കാൻ ഒരു പാടുമില്ല. എനിക്കറിയാം ടെക്നോ പാർക്കിലെ പിള്ളേർ, ഞാനൊരു അമ്മ എന്ന് പറയുന്ന ഒരു ഇതായിരിക്കുന്നത് അതിൻ്റെ അവാർഡ്, തള്ള അത് തന്നെ. ഇത് അവൻ ടെക്നോ പാർക്കിലെ ടെക്കീസ് എടുത്താണ്. അപ്പോൾ അതെടുത്ത് അമ്മേ ഒരു 2 ലക്ഷം പേര് നമുക്ക് ഓൺലൈനിലുണ്ട്. എൻ്റെ പൊന്നു മോനെ, 2000 പേർക്ക് മറുപടി പറയാൻ എനിക്ക് വയ്യ. പിന്നെ ഒന്നും വേണ്ട, എനിക്കുണ്ട് എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റ് ഒരുപാട് പേരുണ്ട്, 10,000-15,000 അത് മതി. അപ്പോൾ അങ്ങനെ കുറേ ഓൺലൈൻ ഫ്രണ്ട്സിനെ അവിടെ ഇവിടെയൊക്കെ സ്വന്തക്കാരെ കൂടെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് എന്നെ പറ്റിയുള്ളതെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ, ഞാനിപ്പോഴത്തെ ചെറുപ്പക്കാരോടും പറയുന്നതാണ്, ഏത് പാർട്ടിയുടെ പേരിലാണ് നിങ്ങൾ തുള്ളുന്നതെങ്കിലും നിങ്ങൾ ആ പാർട്ടി ഉണ്ടാക്കിയ നേതാക്കന്മാരും അവർ പറയുന്ന കാര്യങ്ങളും അവരുടെ ലക്ഷ്യബോധങ്ങളെ കുറിച്ചിട്ടൊക്കെയുള്ള പുസ്തകങ്ങൾ വായിക്കണം. അതില്ല. അയ്യോ എഡ്യൂക്കേറ്റഡ് ആവാന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ പൊന്നെ, ഞങ്ങളുടെ വീട്ടിൽ ഈ അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞു, വെറുതെ എപ്പോഴും നിങ്ങളിങ്ങനെ RSS മറ്റേ മുസ്ലിം കുന്തംകുടച്ച ജാതി RSSകാർ വായിക്കണം എങ്ങനെയാണ് ഇതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ ഒരു കേഡർ പാർട്ടിയായിട്ട് വളരെ ചിട്ടയോടുകൂടി നല്ല ഉദ്ദേശത്തോടെ തുടങ്ങിയ ഒരു പാർട്ടിയാണ്. അവരുടെ റൂട്ട് മാർച്ച് എത്ര കൊല്ലമായി. ഇതിപ്പോൾ ഇന്നലെ വന്നതാണോ? BJP ആണ് പിന്നെ വന്നത്. അതിൽ നിന്ന് ഉത്ഭവിച്ച് വന്നൊരു സംഭവമാണ്. പക്ഷേ അതിലൊക്കെ പോയി പങ്കെടുത്തിട്ടുള്ള നേതാക്കന്മാരാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും വാജ്പേയിജിയൊക്കെ. അതിൻ്റേതായ ഒരു അടിസ്ഥാനപരമായ അച്ചടക്കം അവർക്കുണ്ട്, ഭാഷയ്ക്കുണ്ട്, പെരുമാറ്റത്തിലുണ്ട്. സത്യം, ഞാൻ ഒരു ഭയമില്ലാതെ പറയണം, അത് കണ്ടുപിടിക്കണം പിള്ളേർ. കോൺഗ്രസ് മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞ മനുഷ്യനെ 40 വർഷമൊക്കെ എൻ്റെ അച്ഛനും വല്യച്ഛന്മാരും, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എത്ര ഇൻ്റർവ്യൂവിൽ, ജനുവരി 30 ആഹാരം കഴിക്കത്തില്ല, അദ്ദേഹത്തിനെ വെടിവെച്ച് കൊന്ന ദിവസമെന്ന് പറഞ്ഞ്. അത്രയും അന്ധമായിട്ട് മഹാത്മാഗാന്ധിയെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആരാ ഇപ്പോൾ ഉള്ളത്? അതൊക്കെ അവർ ഈ രാജ്യത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ജീവൻ ബലിയർപ്പിച്ചവരാ. അതൊന്നും ഇല്ലയെന്ന് പറയാനൊക്കത്തില്ല. ഓഫ് കോഴ്സ് ഇന്ദിരാഗാന്ധി വരെയും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ തുറന്നു പറയാം, അതുവരെയൊക്കെ ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്.
പിന്നെ നോക്കിയപ്പോഴത്തേക്കും ഏത് പാർട്ടി എടുത്താലും അതെ, പാർട്ടിക്ക് വേണ്ടി തമ്മിലടിക്കുക എന്ന് പറയും. പക്ഷേ പറയുന്നത് മുഴുവനും മറ്റു പാർട്ടികൾക്കെതിരെയാണ്. അതല്ല, ദാറ്റ് ഇസ് നോട്ട് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ, അച്ചടക്കം, പക്വത, ലോകപരിചയം, നേതാവിനുണ്ടാകേണ്ട ഗുണം, എന്നൊക്കെ പറയുന്നത് നമ്മുടെ രീതികളാണ്. സത്യം പറയാം. അപ്പം അത് പഠിക്കണം. അത് എന്ന് പറയുന്ന പോലെ തന്നെയാണ് സിനിമയും. സിനിമയിലായാലും എത്ര വലിയവരായാലും ശരി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും പണയം വയ്ക്കരുത്. അത് ഞാൻ എൻ്റെ മക്കൾക്ക് എന്നും മോനെ താൽക്കാലികമായിട്ട് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ വരും. പണ്ടല്ലോ ഹിൽ വാലി എന്ന് പറയുന്ന പോലെ അതുണ്ടാവും. പക്ഷേ അന്തിമമായിട്ട് നേരുനിറയുള്ള ഒരു മനുഷ്യനായിരുന്നു കേട്ടോ. തോന്നുമ്പോൾ കാര്യസാധ്യത്തിന് വേണ്ടി ആകുമ്പോൾ നടുവിളയ്ക്കാറില്ല എന്ന് കേൾപ്പിക്കുന്നതാണ് സത്യത്തിൽ നല്ലത്. അങ്ങനെയുള്ളവർക്ക് ഒരു ഞാൻ എഴുതി തരാമല്ലോ, ഉറപ്പായിട്ടും ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന അവരൊക്കെ തന്നെ ആയിരിക്കും. അതിൻ്റെ ഉദാഹരണങ്ങൾ ഒരുപാട് എനിക്ക് പറയാം. അത് പറഞ്ഞാൽ അടിയാം സിനിമയിൽ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു അടി ഉണ്ടാക്കുന്നില്ല. അയ്യോ ഇല്ല. ഞാൻ ആ സ്ക്രിപ്റ്റ് തരാം, മോമ്പിക്കുവോ പുതിയതായിട്ട് പടമെടുക്കുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്താട്ടെ. എനിക്ക് ആ പൈസ തിരിച്ചു തരാൻ വേണ്ടിയിട്ട് അജയന് ഒരു വിഷമം തോന്നണ്ട. അതൊരമ്മ എന്നുള്ള നിലയിൽ എൻ്റെ മോർണിംഗാണ്. എൻ്റെ കയ്യിൽ ചില സംഭവങ്ങൾ എനിക്ക് കിട്ടിയത്, അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ആകട്ടെ, അത് ശബ്ദ സന്ദേശങ്ങളോ അല്ലാത്തതോ എന്തോ ആട്ടെ, അതൊക്കെ ഞാൻ അവരോടുള്ള സ്നേഹം കൊണ്ടും എൻ്റെ മനസ്സിൽ ഇത്ര പെട്ടെന്ന് എനിക്കങ്ങ് മാറാനൊക്കത്തില്ല. സത്യൻ്റെ പടം കൊണ്ട് എനിക്ക് വേഷമുണ്ടടി എന്ന് ലളിത ചേച്ചി എൻ്റെ പാവം പറയുമായിരുന്നു. വിലായത്പുരത്തിൽ അവന് ഫൈറ്റും ഒക്കെ ആയിട്ട് നല്ല ക്യാരക്ടർ, നല്ല പടമായിരിക്കും. അത് ഓടേണ്ട ഒരു പടം.